ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ പുഡിങ്. നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഇതിലേക്ക്. നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വേണം ഇതിലേക്കെന്ന്. 3 എഗ്ഗ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 3 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര. ഇത്രയേ വേണ്ടൂ നമുക്കിതിലേക്ക്. നമുക്ക് ആദ്യം വേണ്ടത് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായി ബീറ്റ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി വാനില എസൻസ് ഇല്ല എങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ഈ പൊടിയായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ബൈറ്റിൽ കഴിക്കാൻ കിട്ടും. അപ്പോൾ അത് വേണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക ഇട്ടിട്ട് നമുക്ക് പാല് തിളപ്പിക്കുന്നതിൻ്റെ കൂടെ ഒരു ഏലക്ക ഇട്ടിട്ട് തിളപ്പിച്ചാലും മതി. ഇപ്പം ഞാൻ വാനില എസൻസ് ആണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാരമൽ സോസ്, ഇതാണ് നമ്മൾ കാരമൽ. ഒന്നുമില്ല, പഞ്ചസാര സിമ്മിലാക്കി കാരമൽ ചെയ്യാൻ വയ്ക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരുന്നു. അതാണ് അതിങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത്. നമ്മൾ പാലൊഴിക്കുമ്പോൾ അത് മെൽട്ടായിക്കോളും. പാലൊഴിച്ച് തിളപ്പിക്കുമ്പോൾ അത് മെൽട്ടായിക്കോളും. അപ്പോൾ നമ്മൾ 3 കപ്പ് എടുത്ത് വെച്ച പാലൊഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ ആ ഒരു കട്ട പിടിച്ചത് മെൽട്ടായിക്കോളും. അപ്പോൾ അത് പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ പാല് മുന്നേ തിളപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വെക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പാല് ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിരൽ മുക്കിയാൽ നമുക്ക് വിരൽ പൊള്ളരുത്, എന്നാൽ ചൂടും വേണം. ആ ഒരു ചൂടിൽ നമുക്ക് കുറേശ്ശെയായിട്ട് മുട്ടയിലേക്ക് മിക്സ് ചെയ്യുക. എല്ലാതും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി സ്ട്രെയിൻ ചെയ്തെടുക്കുക. കാരണം ആ മുട്ടയുടെ ആ ഒരു ക്ലംസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം കഴിഞ്ഞു നമ്മളുടെ പുഡിങ്ങിൻ്റെ ഒരുവിധം പണി കഴിഞ്ഞു. നമുക്ക് എന്നിട്ട് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഇത് സ്റ്റീം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ ഏതാണോ അതെടുത്തിട്ട് നമ്മൾ അതിൽ സ്റ്റീം ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അതിൽ ബബിൾസ് വീഴണ്ട എന്ന് വിചാരിച്ചിട്ട്, എയർ ബബിൾസ് വീഴണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോയിൽ കൊണ്ട് വേണമെങ്കിലും കവർ ചെയ്യാം. എന്നിട്ടൊരു 10-15 മിനിറ്റ്, ഞാനൊരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഞാനിത് നന്നായി ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ പുഡിങ് റെഡി ആക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലിടാൻ ഒരു ടോപ്പിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്. അതിലിട്ട് നിങ്ങളെ ഇഷ്ടത്തിന്, ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര. അതും അതിൻ്റെ കൂടെ നട്ട്സ്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് അത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ നമ്മളിട്ടിരിക്കുന്ന പഞ്ചസാര മെൽട്ടായിട്ട് അത് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരണം. അതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നല്ല ടേസ്റ്റാണിത്. ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇത് കുട്ടികൾ വെറുതെ എടുത്ത് കഴിക്കും. ഈ കറുമുറാണല്ലോ, നല്ല ടേസ്റ്റാണിത്. തേങ്ങയെന്ന് തോന്നും കൂടിയില്ല. അതിൽ നട്ട്സും അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിങ്ങനെ കളറ് മാറി വരുന്നുണ്ട്. ഒന്നുകൂടി കളറാവണം, ഒരു ബ്രൗൺ കളർ കണ്ടോ. ഈ ഒരു കളറിൽ നമ്മൾക്ക് എടുക്കാം. നമ്മളുടെ ഈ ഷുഗർ കാരമൽ ചെയ്യുന്ന അതുപോലെ കോക്കനട്ട് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ആ ഒരു നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ് ഇത് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ നമ്മളുടെ പുഡിങ് നല്ല സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ടോപ്പിങ്സ് ഇട്ടിട്ട് ഒന്ന് അലങ്കരിക്കാം. ഈ ടോപ്പിങ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രയും ടേസ്റ്റാണ്.
നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ കുറഞ്ഞ സാധനങ്ങൾ പാല്, മുട്ട, പഞ്ചസാര എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇത് പാലില്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. 3 കപ്പ് പാലിന് പാൽപ്പൊടി മെഷർ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് നോക്ക്, നല്ല അടിപൊളി നല്ല ടെക്സ്ചറാണ്. നമുക്കിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടെക്സ്ചറാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ.